പഞ്ചറായി, 2 ടയർ പഞ്ചറായി. അവിടെ ഒരു വലിയ ആന നിൽക്കുക, 2 വലിയ കൊമ്പൊക്കെ ആയിട്ടുള്ള വലിയൊരു ആന. വേഗം വണ്ടി എടുത്തോണ്ട് പോവാ, അല്ലെങ്കിൽ വന്ന് കുത്തിക്കേറുന്നു ഞങ്ങളോട് വന്നിട്ട്. ലക്ഷ്മി, ഒരു കാര്യമെങ്കിലും എന്നോട് പറയണം. ലാസ്റ്റ് വൺ തിങ്, കാരണം ഒരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ട് കാണിച്ച് എസ്. വേറെ ആൾക്കാരോടൊന്നും പ്രകടിപ്പിക്കാൻ എനിക്ക് പ്രശ്നമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പിന്നെയും തിരിച്ച് ബാംഗ്ലൂർ എത്തിയേക്കാണ്. കഴിഞ്ഞു നാട്ടിലെ വാസമൊക്കെ കഴിഞ്ഞു. നാട്ടിലെ സുഖവാസവും വെറുതെ ഇരിപ്പും വണ്ടി എടുത്തുള്ള പോക്കും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തിരിച്ച് 2ാമത്തെ സെമ്മിന് വേണ്ടി തിരിച്ചു വന്നേക്കുവാണ്. 2ാമത്തെ സെമ്മില് ക്ലാസ് കുറച്ചുകൂടെ നേരത്തെയാണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ കുറച്ചുകൂടെ നേരത്തെ രാവിലെ എണീക്കണം, കുറച്ചുകൂടെ നേരത്തെ രാവിലെ റെഡി ആയിട്ട് എല്ലാം പോകണം. ഇത് പറഞ്ഞു വന്നപ്പോഴാണ്, ഇന്നലെ ഞാൻ ബസ്സിനാണല്ലോ വന്നേ. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഓർത്ത് ഞാൻ ബ്രഷ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. അതിന് മുമ്പേ നിങ്ങളോട് വന്നിട്ട് സംസാരിക്കാൻ നിന്നതാണ്. ഇതായതുകൊണ്ട് നന്നായി, വീഡിയോ കോൾ ആയതുകൊണ്ട് നന്നായി. ഇനി പോയിട്ട് വേണം ബ്രഷൊക്കെ ചെയ്യാൻ. ഞാൻ ഈ വിശേഷം പറഞ്ഞിട്ട് ഞാൻ പോകാം. അപ്പം എന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ബസ് വയനാട് വഴിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വയനാട് ചുരമൊക്കെ കയറി ഫോറസ്റ്റ് കയറുന്നതിന് മുമ്പ് എത്തിയപ്പോഴത്തേക്കും ടയർ പഞ്ചറായി, 2 ടയർ പഞ്ചറായി. ഞങ്ങളുടെ സൈഡിലെ ടയറാണ് പഞ്ചറായതൊക്കെ, 2 അപ്പം ഇവർ കുറച്ചുകൂടെ മുന്നോട്ട് ഓടിച്ചിട്ട് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തി വണ്ടി. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കണല്ലോ. അപ്പൊ എല്ലാവരും ഇറങ്ങി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കുവാണ്, എന്താണ് വേണ്ടത് നോക്കുന്ന സമയത്താണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫയർ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നായിട്ടൊക്കെ അതും. പിന്നെ അതുപോലെ ആൾക്കാർ ഓളിയിടുന്നു, കൂവൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ നോക്കിയിട്ട് ആരെ നോക്കിയിട്ട് ഇവർ ഈ കൂവുന്നേ, നമ്മള് പഞ്ചറൊക്കെ കിടന്നപ്പോ നമ്മളെ കളിയാക്കുന്നതാണോ എന്താന്ന് മനസ്സിലാവില്ല. എൻ്റെ അവിടെ ആ കൂടെ രണ്ട് മൂന്ന് വീടുകളേ ഉള്ളൂ. അങ്ങനെ ഫുള്ളി എന്താ പറയാ, ലൈക്ക് 2-3-4 വീട് കാണും, എനിക്ക് അത്രേ ഉള്ളൂ കേട്ടോ. നോക്കിയപ്പോഴാണ് അവിടെ ഒരു വലിയ ആന നിൽക്കുക, 2 വലിയ കൊമ്പൊക്കെ ആയിട്ടുള്ള വലിയൊരു ആന. ആ ആനേനെ ഓടിക്കാൻ നോക്കുന്നതാണ് ഇവർ മൊത്തം. ഇങ്ങനെ ബഹളം ഉണ്ടാക്കി പേടിപ്പിച്ചിടാൻ നോക്കുന്നതാണ്. ആ ആന ഞാൻ നോക്കിയപ്പോൾ പോയിട്ടാണെങ്കിൽ വേറൊരു വീട്ടിലെ മരമൊക്കെ ഇടിച്ച് നശിപ്പിച്ച്. അപ്പത്തേക്ക് ഒരു ചേട്ടൻ വന്നിട്ടാണ് എൻ്റെ സൈഡിലാട്ടോ നിൽക്കുന്നത്, ഞാൻ റൈറ്റ് സൈഡിലായിരുന്നു. അപ്പൊ റൈറ്റ് സൈഡിൽ അങ്ങോട്ടേക്കാണ് ഈ ആന ഉള്ളത്. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടാണെങ്കിൽ വേഗം വണ്ടി എടുത്തോണ്ട് പോവാ, അല്ലെങ്കിൽ വന്ന് കുത്തിക്കേറുന്നു ഞങ്ങളോട് വന്നിട്ട്. അപ്പൊ ഞാൻ എൻ്റെ സീറ്റിന് അടുത്തായിട്ടിരുന്ന് ക്രൈസ്റ്റിൽ തന്നെ ഒരു കൊച്ചായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ സംസാരിച്ച് കമ്പനിക്ക് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഇത് പറഞ്ഞ് ഞങ്ങൾ രണ്ടിനാണെങ്കിൽ എന്തോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. ദൈവമേ, അപ്പനെ അമ്മേനെ വിളിച്ച് പറയാൻ റേഞ്ച് പോലും ഇല്ല, 0 റേഞ്ചാണ് അവിടെ ആ സ്ഥലത്തെന്ന് പറയണത്. ഞങ്ങളെല്ലാവരും കൂടെ ക്ലോസ് വിൻഡോസ്, എല്ലാവരും ക്ലോസ് വിൻഡോസ് പറഞ്ഞാൽ എല്ലാവരും ക്ലോസ് ചെയ്തിങ്ങനെ ഇരിക്കുക. ആനത് ഇപ്പോൾ എങ്ങനെ വരും, കാരണം അവർ വന്നിട്ടാണ് അടച്ചിട്ട് പൊക്കോ കുത്തിയിട്ടിട്ട് പോകുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ പഞ്ചറാ, മറ്റേ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു പഞ്ചറാന്ന് പറഞ്ഞു. അപ്പം അവരാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അവർ പിന്നെ വന്ന് ആ ആനേനെ ആന പിന്നെ നമ്മുടെ അടുത്തേക്കായിട്ട് കുറച്ചുകൂടെ വന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നോക്കട്ടെ. വീഡിയോയിൽ ഇരുട്ടായതുകൊണ്ട് ലൈറ്റ് അടിക്കുമ്പോഴാണ് ആനനെ കാണുന്നുള്ളൂ. ഞാൻ എന്തായാലും ആഡ് ചെയ്യാൻ നോക്കാം. ഒന്നും പറയണ്ട, ഞാനൊരു നിമിഷത്തേക്ക് ഉള്ള കർത്താവങ്ങളെ മൊത്തം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പൊന്നെ കർത്താവ്, ആരെയൊന്നും കുത്തല്ലേ വന്നിട്ടെന്നുള്ള രീതിയിൽ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. അതിനുശേഷം പിന്നെ വേഗം ഞാൻ ഓർത്തു രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ തന്നെ അറ്റൻഡൻസും പോയി സീനായിട്ടിരിക്കുന്ന ശേഷം ഇല്ല, നമ്മൾ നേരത്തെ എത്തി. അപ്പം നമുക്ക് ഈ മതി, വാചകടിയൊക്കെ മതി, നമുക്ക് ഇന്ന് പോയിട്ട് ഇനി ബ്രഷൊക്കെ ചെയ്ത് ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഞങ്ങൾക്ക് ഉച്ചവരെ ക്ലാസ്സിൽ, ഇനി അങ്ങോട്ട് നമുക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ടൈം ടേബിൾ മാറി ഗായ്സ്. അപ്പോൾ എക്സൈറ്റ്മെന്റ് ആണ്. നമുക്ക് എല്ലാവരെയും പോയി കാണണം. കുറച്ച് ദിവസമായി എല്ലാവരെയും കണ്ടിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് കമോൺ ലെറ്റ്സ് ഗോ. ഞാൻ ഈ ബ്രഷ് ചെയ്ത് ഡ്രസ്സ് മാറിയിട്ട് വന്ന വിശേഷം പറയാം. ഈ കുർത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, ഇത് ഓക്കെ, ഈ കുർത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഈ കുർത്തി തന്നെ ഇടാമെന്ന്. നമ്മളെല്ലാവരും നമുക്ക് എന്തായാലും 365 ദിവസം 365 ഡ്രസ്സില്ല. അപ്പോൾ നമ്മൾ എന്തായാലും റിപ്പീറ്റ് ചെയ്തിടണം. അപ്പോഴത്തേക്കാണെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്തിടുന്നതിന് ഒരു പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഇത് എത്രയോ പ്രാവശ്യം ഞാൻ കോളേജിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ ക്ലോത്ത്സ് റിപ്പീറ്റ് ചെയ്തിരുന്ന ഒരാളുമാണ്. അപ്പം ഇതിടാം. എന്നിട്ട് ഇനി ബാക്കിയുള്ള മുഖത്ത് അധികമൊന്നും ഇല്ല ഗൈസ്. നമ്മുടെ ആസ് യൂഷ്വൽ ഉള്ള നമ്മുടെ സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്,
ഇങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ഗൈസ്. ഇതെന്ന് പറയുന്ന പോലെ ഉണ്ട്. അങ്ങനെയല്ല ഗൈസ്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള യൂഷ്വൽ ആയിട്ടുള്ള സ്കിൻ കെയറും പിന്നെ ലിപ്സ്റ്റിക്കും പൊട്ടും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ബേസിക്. കമ്മൽ ഞാൻ ഇടണമെന്ന് ആലോചിക്കുകയാണ്, എന്തെങ്കിലും നല്ല എന്തെങ്കിലും ഇടാം. അപ്പോൾ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ പോകുന്ന സമയത്ത് ഇനി അടുത്ത് ഞാൻ വരാം. അപ്പം യെസ്, ഇത് കുറച്ച് വലിപ്പം കൂടുതലാണല്ലേ, ഇത്ര അങ്ങോട്ട് വലിപ്പം വേണ്ടല്ലേ ഇതിൻ്റെ കൂടെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നിയത് കുറച്ചധികം വലിപ്പം കൂടുതലാണ്, ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ചേരുന്നില്ല. അപ്പോൾ നമുക്ക് കമ്മൽ മാറ്റാം. ഓക്കേ, ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റെഡിയായി, ID കാർഡൊക്കെ ഇട്ടു, ഈ കമ്മലാട്ടോ എടുത്തിട്ടത്. അതിന് ശേഷം നമ്മുടെ ബാഗ് എല്ലാം സെറ്റായി. ഇനി നമുക്ക് പോകണം കോളേജിലേക്ക്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചേക്കാം. ഇനി വെള്ളം കിട്ടാണ്ട് ആരും ചത്തൊന്നും പോവല്ലേ എൻ്റെ ദൈവമേ. പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഞാൻ കോളേജിൽ പോയിട്ട് കഴിക്കാമെന്ന് ഓർത്തു. കോളേജിൽ പോയി സമാധാനമായിട്ട് ഇരുന്ന് കഴിച്ച് സമാധാനമായിട്ട് ക്ലാസ് റൂം പോകാന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്കിനി കോളേജിലേക്ക് പോകാം. ഓക്കെ, കം ഓൺ ബോയ്സ്. നമ്മുടെ ആസ് യൂഷ്വൽ ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾ ഇന്നും കഴിക്കുന്നത്. അതും ക്രൈസ്റ്റ് ബേക്കറിയിൽ നിന്ന് ഇതേ കിടക്കുന്നത് നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും റെഡ് ചട്നിയും. ഓക്കെ, what is your, how are you? Welcome back. Very good. We are so happy. Yeah, to be back. 12:30 you can leave back. I know, right? 12:30 timing. ലക്ഷ്മി, ഒരു കാര്യമെങ്കിലും എന്നോട് പറയണം. ലാസ്റ്റ് വൺ തിങ്, എന്താണ് അഭിപ്രായം 12:30 ക്ലാസ് തീരുന്നതിൻ്റെ? എന്നിട്ട് പോയിട്ട് എന്താ പരിപാടി? വല്ല സ്ഥലത്തും കാണുമോ? ഓക്കെ, ശരി. അങ്ങനെ സെക്കൻഡ് സെമ്മിൽ ഞങ്ങളുടെ ക്ലാസ് റൂം മാറിയായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ നല്ല വലിയ വിശാലമായ ക്ലാസ് റൂമാണ്. കുറേ പേർക്ക് ഇരിക്കാൻ, ഞങ്ങൾ ആ കൂടെ 30 പേരേ ഉള്ളൂ. പക്ഷെ എന്നാലും ക്ലാസ്സിലുണ്ടോ കുറേ ബാക്കിലേക്ക് കുറേ എന്താ പറയുക സീറ്റ്സ് ഉണ്ട്, വേക്കൻ്റ് ആണ്. അപ്പോൾ അതിന് ശേഷം അവന് ക്ലാസ് തുടങ്ങി 4 പീരീഡല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുക, എവിടെ മാം എവിടെ വരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ ചീഞ്ഞായിരുന്നു ഇരിക്കുന്നത്. അപ്പം ഞാൻ കണ്ണൊക്കെ ശരിയാക്കിയാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഞാനും ലക്ഷ്മിയും കൂടെ മത്സരമായിരുന്നു ഉറങ്ങുന്നതിൻ്റെ. ഇങ്ങനെ വീഴുന്നു, ഞാൻ വീണേറ്റ് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരുത്തി വീഴുന്നു. നല്ല രസമായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സ്നേഹത്തിലാണ് നമ്മുടെ ക്ലാസ് 3rd hour കഴിഞ്ഞ് ഇനി ഒരാറും കൂടെ ഉണ്ട്, HED. ഇവർക്ക് കുറച്ച് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ്റെ ആവശ്യം വല്ലാണ്ടുണ്ട്. മോറൽസ് ഒന്നും ശരിയില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ HED ക്ലാസ്സിലേക്ക് പോവാണ്. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഓക്കെ, അപ്പം നമുക്കില്ല കേട്ടോ, ലാസ്റ്റ് നമുക്ക് HED ഇല്ല. അപ്പം വെറുതെ വന്നിട്ട് 11:30 വരെ ഇരുന്നിട്ട് നമ്മളിപ്പോൾ പോവാണ്. അപ്പം ഇനി തിരിച്ച് ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മുഖത്ത് നിറച്ചും കുരു വന്നിട്ടുണ്ട്. ലുക്ക് നോക്കട്ടെ. അല്ല, ആക്ച്വലി അല്ല. നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, 11:30 തിരിച്ചു വേണം. കാരണം ഒരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ട്, കാണിച്ച് S23+. പൈസക്കാരി ഇങ്ങനെ നടന്നു നീ കേട്ടോ. ആ, ഞാൻ നോക്കിയപ്പോൾ ഒരാളുടെ കയ്യിൽ സ്മാർട്ട് വാച്ച്, ക്ലാസ്സിൽ നിന്ന് വാട്സപ്പ് ഒക്കെ നോക്കുന്നത്. എൻ്റെ കയ്യിലൊന്നും ഇല്ലേ, ദാരിദ്ര്യത്തില. ഹലോ, ബ്ലോഗിലാണ്. എടുത്തു ഇവൻ സ്നേഹമുള്ളതാ. കൂട്ടാനൊക്കെ വന്നു ഫുഡ് കഴിക്കാൻ. ആ പിന്നെ എടാ, നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ വേറെ ആൾക്കാരോടൊന്നും പ്രകടിപ്പിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. ഡോണ്ട് ഗെറ്റ് മീ സ്റ്റാർട്ടഡ് എന്നൊക്കെ. ഓക്കെ, ഉച്ചം വെച്ചിട്ട് പണിയുന്നു. വേണ്ട, ഫ്ലവേഴ്സ് നീ ഇതിന്റെ മറ്റൊക്കെ കൊണ്ട് കൊടുത്തോ, എനിക്ക് വേണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ. ഫുഡ് കഴിക്കാനല്ലേ പോകുന്നത്? വിശക്കണടാ. ഞാൻ ഇറങ്ങി വാങ്ങിക്കണോ? എടാ, ഇവിടെ ഇപ്പൊ നീ ഒരു വലിയ ട്രാഫിക് ക്രിയേറ്റ് ഇവിടെ നിർത്തി കിട്ടി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ വാങ്ങിത്തരാം. നമ്മൾ സ്നേഹമൊക്കെ എങ്ങനെ പ്രകടിപ്പിക്കുന്നത്? ഓക്കെ,
അപ്പൊ എല്ലാം എടാ ഇന്ന് 11:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും അങ്ങനെയുള്ളൂ. അല്ല 12:30 വരെ ഉണ്ട്. ദൈവമേ ഒരു മിനിറ്റ്. എടാ 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 വേഗത്തേക്ക് പോകാ. എന്താടാ ഇത്? ഞാൻ ചേട്ടൻ 3 ഒരുമിച്ച് പോകുന്നല്ലോ. അത് ലോഡ് ഇങ്ങോട്ട്. ഓക്കെ അങ്ങനെ. കർത്താവേ ഒന്നും പറയണ്ട എൻ്റെ പൊന്നേ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ PG വന്നിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് കടന്നാണ്. എന്നിട്ട് ഇപ്പോഴാണ് എണീക്കുന്നത്. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബസ്സിലെ ഓരോ പൂരങ്ങൾ കാരണം ഉറങ്ങാൻ പറ്റിയില്ല. മര്യാദയ്ക്ക് ഇങ്ങനെ വീണ് കളിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് കോളേജിൽ ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഞാനും ലക്ഷ്മി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വീഴുക. അപ്പം തന്നെ ഞാൻ ഓർത്ത PG പോയി കിടന്ന് ഉറങ്ങണമെന്ന്. അങ്ങനെ ഫുഡും കഴിച്ച് കഴിഞ്ഞ് വന്ന് നേരെ കിടന്ന് ഉറങ്ങി. എണീറ്റപ്പോൾ ആണെങ്കിൽ നമ്മുടെ മലൈക്കോട്ടെ വാലിപ്പൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് കാണണം. അപ്പം ഞാൻ ഓർത്തു അതൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് റോസ് കണ്ടു. കുറച്ച് കരിഞ്ഞു പോയിട്ട് റോസാണ് ഗൈസ്, സോറി. അപ്പം അത് ചെയ്യാമെന്ന് ഓർത്തു. ഫുഡ് കഴിക്കണം. പിന്നെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്തോ പോലെ ആവുക. ഇങ്ങനെ വെറുതെ കുറേ നേരം ഒറ്റയ്ക്ക് ഇരുന്നില്ലേ, കുറച്ച് നേരമൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാൻ. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് പുറത്ത് ചുമ്മാ പോയി സിനിമ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം ആൻ്റണി ഞാൻ കണ്ടിട്ടില്ല ഇതിട്ട്. ആൻ്റണി കാണണമെന്നുണ്ടായിരുന്നു. ജോഷി സാറിൻ്റെ പടമാണല്ലോ, അപ്പം എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അപ്പം മിക്കവാറും ആൻ്റണി കാണാൻ പോകും. ഞാനും LLM ഞങ്ങളെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ആയിരിക്കും മിക്കവാറും പോകുന്നുണ്ടാവുക. അപ്പം എന്തായാലും ഇതായിരുന്നു ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ടയറിങ് ആയിട്ടുള്ള ദിവസമായിരുന്നു, പക്ഷെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ടയേർഡാണെങ്കിലും നമ്മളിങ്ങനെ തുള്ളിത്തുള്ളി നിൽക്കുമല്ലോ, അങ്ങനെ തുള്ളിത്തുള്ളി നിന്നൊരു ദിവസമായിരുന്നു. അപ്പം എന്തായാലും സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലവ് യു ഓൾ. ചക്കരുമ്മ. ഓക്കെ ബൈ.